അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ കാറുകളും അല്ലെങ്കിൽ സ്കൂട്ടേഴ്സും അല്ലെങ്കിൽ പഴയകാല കമ്പഷൻ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കാറുകളെ പറ്റിയിട്ടും പെട്രോൾ ബൈക്കുകളെ പറ്റിയിട്ടുമുള്ള ഒരു കമ്പാരിസൺ ആണ് ആസ് എ യൂസർ. അതായത് ഈ രണ്ട് തരം വണ്ടികൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരുപാട് പേര് വിയിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് കോസ്റ്റ് കുറയ്ക്കാനും ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കാനും ഐഡിയാസ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ചിന്താഗതി ഉള്ളവരൊക്കെ ആയിരിക്കാം വിയിലോട്ട് സ്വിച്ച് ചെയ്യുന്ന ഭൂരിഭാഗം പേരും. എന്നാൽ അതേ സമയത്ത് ഒരു വശത്ത് കമ്പഷൻ എൻജിൻ, ഡീസൽ കാർ, പെട്രോൾ ഹെഡ്സ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതായത് അവരിനിയിപ്പം അവരുടെ മരണം വരെയും അവർ എടുക്കത്തില്ല, വിക്ക് ഒരു ഫീലില്ല എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടരും ഒരു സൈഡിലുണ്ട്. ഇതൊരു ഡിബേറ്റിന്റെ ടോപ്പിക്കാണ്. അപ്പൊ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയനും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നമുക്കൊരു കമന്റ് ബോക്സിൽ ഒരു ഡിസ്കഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് എന്നെ സംബന്ധിച്ചും എനിക്കും ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. കാരണം എന്ന് പറയുമ്പോൾ ഒരു ലൈഫില്ല, അല്ലെങ്കിൽ ഒരു സൗണ്ട് ഇല്ല, ഒരുമാതിരി കളിപ്പാട്ടാൻ പോകും പോലെയാണ് എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ പെട്രോൾ കാർസിനേക്കാൾ ഉപരി കൂടുതലും ഡീസൽ കാർസുമായിട്ടാണ് എനിക്ക് യൂസ്ഡ് ടു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതും നമ്മൾ കൂടുതലും എല്ലാ വണ്ടികളും ഡീസലാണ്. ഡീസൽ എടുക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മൈലേജ്, പിന്നെ അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതും ഡീസൽ വണ്ടികളാണ്. അത്യാവശ്യം ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ പെട്രോൾ കാർ കീപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്ന് ഇന്ന് എൻ്റെ കയ്യിൽ ഓല സ്കൂട്ടറും ഉണ്ട്, നമ്മുടെ ഈ ടിയാഗോ വിയും ഉണ്ട്. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഡെയിലി യൂസ് അല്ലെങ്കിൽ നമ്മളൊരു സാധാരണക്കാരൻ കേരളത്തിൽ കാർ യൂസ് ചെയ്യുന്നത് കൂടുതലൊരു ഫാമിലി പർപ്പസിനായിരിക്കും. അപ്പം ഫാമിലി യൂസിന് വല്ലപ്പോഴും റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാൻ, കറങ്ങാൻ, ഔട്ടിങ്ങിന് പോകാൻ, അങ്ങനെയൊക്കെയുള്ള യൂസിന് നമ്മൾ അധികം കടന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പുറത്തെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും ചൂടും വെയിലും പൊടിയും ഇപ്പോഴത്തെ റോഡിലെ തിരക്കും ഇതൊക്കെ ആയിക്കൊണ്ട് റോഡിലെ ആക്സിഡൻസ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കൂടുതൽ പേരും ബൈക്കുകളിൽ നിന്ന് കാറിലോട്ട് നിർബന്ധിതരാവുകയാണ്. അല്ലാണ്ട് പൊതുവെ ട്രെൻഡ് മാറി. ഞാനൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ബൈക്കൊക്കെ ആയിരുന്നു ട്രെൻഡ് എന്നുണ്ടെങ്കിൽ ഇപ്പം കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിള്ളേർ കാറിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകാൻ ബൈക്കുകളുടെ എണ്ണം കുറയും, കാറുകളുടെ എണ്ണം കൂടി വരികയും ചെയ്യും. അപ്പം നമ്മൾ ഡെയിലി യൂസിന് ഒരു കാർ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളൊരു ബൈക്കിലെന്ന് പറയുമ്പോൾ 2 ടയർ, ചെറിയ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ജനറലി ചെറിയ എഞ്ചിൻ, പിന്നെ മൈലേജ് കൂടുതൽ ഒക്കെയാണ്. പക്ഷെ കാർ എന്ന് പറയുമ്പോൾ ഒരു വെരി ബിഗ് തിങ് ആണ്. കാറിൽ ഈ പറഞ്ഞ പോലെ 4 ടയർ, അത്രയും വലിയൊരു എഞ്ചിൻ, അങ്ങനെയെല്ലാം മെയിൻ്റെനൻസ് എങ്ങനെ പോയാലും ഒരു ഡബിൾ ട്രിപ്പിൾ മടങ്ങ് കൂടുതലായിരിക്കും കമ്പയർ ടു ബൈക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാറിനെ ഡെയിലി യൂസ് എന്നുള്ളൊരു പർപ്പസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് വളരെയധികം കൂടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ടാക്സി പർപ്പസ് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, നമുക്ക് അതിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അല്ല, നല്ല സാലറി ഉള്ള നല്ല ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ളവർക്കും അത് ഈ പറയുന്ന ബാധിക്കുന്നതല്ല. നമ്മളുടെ ചാനലിൽ കൂടുതലും വ്യൂവേഴ്സ് നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലി ആൾക്കാരായതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഫീലിനെ പറ്റിയും സൗണ്ടിനെ പറ്റിയും എല്ലാം മറന്നിട്ട് നമ്മളൊരു എന്നുള്ളൊരു സംഭവം ചിന്തിച്ച് തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ഈ പെട്രോൾ ഹെഡ്സ് ആയിരിക്കും, എന്താ പറയുക, ഐസൈഡ് ഫാൻ ആയിരിക്കും, ഇലക്ട്രിക് പുച്ഛമായിരിക്കും. പക്ഷെ ഡെയിലി യൂസ് എക്സ്പെൻസീവ് കയറി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വൈ ഇലക്ട്രിക് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. അപ്പൊ അത് തന്നെയാണ് എന്റെയും കാര്യത്തിൽ സംഭവിച്ചത്. നമുക്ക് കാർ അങ്ങനെ ഡെയിലി യൂസ് ഇല്ല, വല്ലപ്പോഴും ജസ്റ്റ് സിറ്റിയിൽ പോകാനോ ഷോപ്പിങ്ങിന് പോകാനോ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകാനോ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ ഡെയിലി നമ്മൾ കാർ യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അതേസമയം ഇലക്ട്രിക്കിലോട്ട് വരുമ്പോൾ ഓപ്പൺലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഒരു 1.5 മാസമായിട്ട് പെട്രോൾ പമ്പിൽ കയറിയിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പെട്രോളിന്റെ ഡീസലിന്റെ വില എന്താണെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. കാരണം അത്രത്തോളം മാറി. നമുക്ക് ആ ഒരു ട്രാവലിംഗ് അല്ലെങ്കിൽ പോയിന്റ് എ ടു പോയിന്റ് ബിയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ആ ഒരു കോസ്റ്റ് എന്ന് പറയുന്നതേ ഇല്ല. ഇപ്പോൾ ഉണ്ട്, ഈ വണ്ടി എടുക്കുമ്പോഴോ വെർണ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു വണ്ടികൾ എടുക്കുമ്പോഴോ ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി നമ്മൾ പ്രയോറിറ്റി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിയാഗോയാണ്. കാരണം മാക്സിമം ഓടി ഇലക്ട്രിക് എടുക്കുന്നവരുടെ അടുത്ത് പിന്നെ പറയാനുള്ള ഒരു കാര്യം അതാണ്. അതായത് നമ്മൾ ഇലക്ട്രിക് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് ഓടി ഒന്ന് മുതലാക്കണം. അല്ലാണ്ട് നമ്മൾ 10 വർഷം വെച്ചിരുന്ന് നമ്മളെ പെട്രോൾ വണ്ടി കിലോമീറ്റർ മറിയും അല്ലെങ്കിൽ ഡീസൽ വണ്ടി കിലോമീറ്റർ മറിഞ്ഞാൽ റീസെയിൽ വാല്യൂ പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരിക്കലും ഇരിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ കിട്ടിയ
ഓടുക മാക്സിമം ഓടുക. അതായത് ഇപ്പം വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ടിയാഗോയിലൊക്കെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. EV എല്ലാത്തിനും വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും സർവീസ് ഒക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ ഈ വാറണ്ടി പീരീഡ് തീരും മുമ്പ് തന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര മാക്സിമം ഓടി മുതലാക്കുക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സൗണ്ടിന്റെ കേസ് പണ്ടൊക്കെ കുറച്ചുകൾ മുന്നേ വരെ നമ്മളെ ഈ വാൽവൾട്രോണിക്കും അല്ലെങ്കിൽ സ്കൂട്ടറിലാണെങ്കിൽ ഈ ഓരോ കൂടുതലും ചാത്തൻ എക്സോസ്റ്റുകളാണ് ഒക്കെ വെച്ചിട്ട് പൊട്ടിക്കലും ചീറ്റലും തീതുപ്പലും ഒക്കെ ആയിരുന്നു ട്രെൻഡ്. പക്ഷെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. ഞാൻ നമ്മുടെ ടെക്നോ പാർക്കിന്റെ ആ ഒരു സൈഡിൽ B6 ഉണ്ട്, നമ്മുടെ മഹേന്ദ്രയുടെ വണ്ടി. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഒരു ഡീസൽ വണ്ടി അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയൊക്കെ കൊണ്ട് ഇടുന്നതിനേക്കാൾ ഒരു ലുക്കും ആ ഒരു എന്താ പറയാ ഒരു ആരായാലും നോക്കി പോകുന്നതാണോ പറയാം. അമ്മാതിരി ലുക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടി. ഒരു ദിവസം 1000 രൂപ ചെലവ്. അതേസമയം ഇപ്പുറത്ത് ചെലവൊന്നുമില്ല, പക്ഷെ വണ്ടിയിൽ സൗണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എന്ന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ 1000 രൂപയ്ക്ക് ചെലവാക്കി പോകാൻ നോക്കുമോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ നോക്കും. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഫ്രീ ആയിട്ട് പോകാൻ എങ്ങനെ പോകാന്നേ നോക്കുള്ളൂ, അല്ലാതെ അവിടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകില്ല എന്നൊന്നും പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് സൗണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം ഓരോരുത്തര ഇതാണ്. അത് മാത്രമല്ല, പ്രായം മാറുന്നതോറും നമുക്ക് അതിന്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. പണ്ട് നമുക്കൊരു 18 to 22 വയസ്സ് വരെ നമുക്ക് ചിലപ്പോൾ സൗണ്ട് വെച്ച് പൊട്ടിക്കണമെന്നായിരിക്കും, 100-110 പോകണമെന്നായിരിക്കും. 22 കഴിഞ്ഞൊരു 25 വരെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലായിരിക്കും. നമുക്ക് പിന്നെ സൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈലേജ് വേണമെന്ന് തോന്നും. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മര്യാദയ്ക്ക് പോയാൽ മതി എന്ന് തോന്നും. പിന്നെ ഈ റോഡിൽ നടക്കുന്ന ഓരോ ആക്സിഡന്റും കാര്യങ്ങളും ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും ബിഫോർ ആൻഡ് ആഫ്റ്റർ ആക്സിഡന്റിൽ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്പീഡ് 100-110 എന്നുള്ളത് കുറഞ്ഞൊരു 50-40 വരും. പിന്നെ സ്പീഡിന്റെ കേസ് പറയുകയാണെങ്കിൽ EVയുടെ കേസിൽ ഒട്ടുമേ പിറകിലോട്ടല്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ടെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയേക്കാൾ ഡേഞ്ചറസ് ആണ് EV. കാരണം പെട്രോൾ ഡീസൽ വണ്ടികളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഗിയർ എടുക്കുമ്പോൾ ഉള്ള ടോർക്ക് അല്ല 6th ഗിയർ. പക്ഷെ EVയുടെ കേസിൽ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ 20 പോകുമ്പോഴുള്ള എന്താണോ ടോർക്ക് അല്ലെങ്കിൽ പവർ, അതേ പവർ ആയിരിക്കും 100 പോകുമ്പോൾ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കൺവീനിയൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ വണ്ടിയാണെങ്കിൽ 10 മിനിറ്റിൽ ഫ്യൂൽ അടിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു വണ്ടി 45 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക്. അത് നമുക്കൊരു ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45 ലിറ്റർ ഫുള്ളാവാൻ എൻ്റെ രൂപത്തിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. ആ 10 മിനിറ്റാണ് നമുക്ക് പമ്പിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ EVയുടെ കേസിൽ വരുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ, ഇപ്പം ടിയോയുടെ കേസാണെങ്കിൽ നമുക്കൊരു 1.5 മണിക്കൂറൊക്കെയാണ് നമുക്ക് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം. ഇപ്പം നമ്മൾ ഈ കൺവീനിയൻസ് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈം അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ടൈം, ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ചാർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ചാർജിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വണ്ടി ചാർജ് ചെയ്യുന്നു, അല്ലാതെ ചാർജിന് കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്ര നാളെ ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. മിക്കപ്പോഴും യാത്ര എന്തെങ്കിലും പോകുമ്പോൾ നമ്മൾ കഴിക്കാൻ നിർത്തുമ്പോഴോ റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നിർത്തുമ്പോൾ സൈഡിൽ കൂടെ ചാർജ് ചെയ്യുന്നു എന്നല്ലാതെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് നമ്മൾ വെറുതെ കുത്തിയടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ അതിനും ഇപ്പോൾ ഓപ്ഷനുണ്ട്. ഇപ്പം പുതിയ ഇറങ്ങാൻ പോകുന്ന ലേറ്റസ്റ്റ് വണ്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പം B6 ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് പുതിയ ടെക്നോളജീസ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അതിൽ ഈ പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്താൽ 400 കിലോമീറ്റർ ഒക്കെ ഓടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടെക്നോളജി പവർ സ്റ്റേഷൻ ഒക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് നോർമലി ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 50 വാട്ട്സോ അല്ലെങ്കിൽ 60 വാട്ട്സോ അങ്ങനെ എന്തൊക്കെയാണ് ചാർജിങ്, 50-100 ആണ് ചാർജിങ് വരുന്നത്. ഇനി തൊട്ട് 1000 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരാൻ പോവുകയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടി ഫാസ്റ്റ് ചാർജിങ്ങിലൂടെ 10 മിനിറ്റ് കൊണ്ടൊക്കെ വണ്ടി ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ എന്താണ് അവസ്ഥയെന്ന് എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷെ ടൈം എടുക്കുമായിരിക്കും, മേ ബി 1 അല്ലെങ്കിൽ 2 ഇയേഴ്സ് എടുത്തുകൊണ്ട് ഇതൊക്കെ പ്രാവർത്തികമാകും. ഒന്നും വേണ്ട, നിങ്ങളിപ്പം തന്നെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടികളുണ്ടോ അത്രത്തോളം EVസും ഇപ്പം നമ്മുടെ റോഡിലുണ്ട്. അതിലൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരു കൂടുതൽ എന്ന് പറയാൻ ഉണ്ടെങ്കിൽ ടാറ്റയുടെ വണ്ടികളാണ്. നെക്സോൺ ടിയാഗോ, പഞ്ച്, ഇത് മൂന്നുമാണ് ഇപ്പം കൂടുതലും കാണുന്നത്. പിന്നെ MGയുടെ വണ്ടി കാണാറുണ്ട്. നമ്മളെ വീട്ടിലൊരു സോളാർ ഉണ്ട്. നമുക്ക് ഒരു ഡെയിലി ഒരു നിശ്ചിത ദൂരം ട്രാവൽ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര വലിയ ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണ്, പെട്രോൾ ഹെഡ് ആണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തായാലും EVയിലോട്ട് കൺവേർട്ട് ആവും. നമ്മളെ ഫിനാൻഷ്യലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും EVയിലോട്ട്. കാരണം ഒരാളെ സംബന്ധിച്ച് നമ്മൾ
ഡെയിലി ഫ്യൂൽ അടിക്കുന്ന പൈസ മാറ്റി വെച്ചാൽ അതിന്റെ പകുതിയോളം മതി നമുക്ക് EV-യിൽ EMI അടയ്ക്കാൻ. അങ്ങനെ വരുമ്പോൾ കുറച്ച് നാൾ വണ്ടി ഓടുകയും ചെയ്യാം, നമ്മൾ വണ്ടിക്ക് മുടക്കിയ പൈസ നമുക്ക് ലാഭമാവുകയും ചെയ്യും. വണ്ടി ഫ്രീ ആയിട്ട് ഓടുന്നത് പോലുള്ളൊരു അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് ഒരുപാട്. നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ഡെയിലി എത്ര കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് മിക്ക EV വണ്ടികളുടെ ഈ വെബ്സൈറ്റിൽ പോയാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. നമുക്ക് ഒരു വണ്ടിയിൽ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടുന്നു, അത് വെച്ചിട്ട് നമുക്ക് എത്ര നാൾ കൊണ്ട് ഇത് ഈ വണ്ടി ലാഭകരമാവും എന്നൊക്കെ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കാം. പിന്നെ ഉള്ളതാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വണ്ടിയുടെ EVസിന്റെ. അതിപ്പം കുറച്ച് കയറി വരുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പം ടിയാഗോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളം മൊത്തം നോക്കിയാൽ ചിലപ്പോൾ 1, 2, 3 വണ്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ കാരണം എന്താന്ന് പറയുമ്പോൾ EVs കൂടുതലും ആൾക്കാർ ഒരു ലോങ് ടൈം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടികൾ വളരെ കുറവായിരിക്കും. പിന്നെ ഇപ്പോഴും ആൾക്കാർക്ക് ആ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക എന്നുള്ളതിൽ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഒരു 5 വർഷം മുമ്പ് തന്നെ ആൾക്കാരുടെ അടുത്ത് പുതിയതെടുക്കുമോ സെക്കൻഡ് ഹാൻഡ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും പുതിയതെടുക്കാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വല്ലവരും ഉപയോഗിച്ചതാണ്, കംപ്ലൈന്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഈ റോയൽ ഡ്രൈവ് പോലുള്ള പ്രീമിയം ലക്ഷറി വെഹിക്കിൾസ് പോലും നമുക്ക് ഫ്രീ ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഫീൽഡാണ് ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ പഴയതുപോലെ അല്ല. ഇപ്പം കൂടുതൽ ആൾക്കാർ യൂസ്ഡ് വണ്ടികൾ, അതിപ്പോൾ സാധാ വണ്ടി ആയിക്കോട്ടെ പ്രീമിയം വെഹിക്കിൾസ് ആയിക്കോട്ടെ യൂസ്ഡിലോട്ട് പോകാൻ തുടങ്ങി. ആ ഒരു ട്രെൻഡ് ആയി തുടങ്ങി. അപ്പൊ അത് ഇനി ഗ്രാജുവലി EVസിലും ഈ ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വന്ന് തുടങ്ങുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ തീർച്ചയായിട്ടും കമന്റിൽ ഇടുക. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്, അതായത് നിങ്ങളുടെ യൂസ് എന്താണ് ഡെയിലി, അല്ലെങ്കിൽ EVs യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പം ഇത്രയുള്ള വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ബൈ.